ഗൈസ് അസ്സലാമലൈക്കും. അങ്ങനെ രാവിലെ തന്നെ എണീറ്റു. ഫസ്റ്റ് തന്നെ പല്ല് വെക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ 12 മണിക്ക് എണീറ്റ് ലേസ് നിന്ന് ഇരിക്കാൻ പറ്റില്ല ഗൈസ്. പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, ജീവിക്കുക. അങ്ങനെ പല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തലേദിവസം കഴിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കാണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ പോയിട്ട് ഞാൻ പാത്രമൊക്കെ നല്ലപോലെ കഴുകി വെച്ചു ഗൈസ്. പിന്നെ ഫ്ലോറൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. പിന്നെ ഇങ്ങനെ അടിച്ചേരി നടന്നാൽ മതിയോ, പണിയെടുക്കണ്ടേ? അങ്ങനെ കുറച്ച് തലേദിവസം വന്നിട്ടുള്ള മെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 7 ദിവസത്തെ ലീവിനാണ് ഗൈസ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഏതാണ്ട് 2.5 മാസം എടുത്തു. അതിന്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണാനുണ്ടായിരുന്നു. കുറെ പേരൊക്കെ എനിക്ക് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒറ്റയ്ക്ക് എത്ര ഹാപ്പി ആയിട്ടായിരിക്കണേന്ന്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഇപ്പൊ എപ്പോഴും എല്ലാവരും ഉണ്ടാവണമെന്നില്ല. നമ്മൾ പോയതിനെ പറ്റിയൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിനേ ടൈം കാണുള്ളൂ. ഇതൊക്കെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കാതെ ലൈഫ് അങ്ങ് അടിച്ചു വിളിക്കുക. സാഹിത്യമൊക്കെ കേട്ട് നിങ്ങൾക്ക് ബോർ അടിച്ചില്ലേ ഗൈസ്? എന്നാൽ ഞാൻ ഒരു പാട്ട് പാടിത്തരാം. நானோ தேடி பார்த்த உலகோ தாண்டி பார்த்த உன்னை போல் அழகியதா பார்த்ததில்லடி.